കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടതു സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ. കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂണ് മറിഞ്ഞ് വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് എം.എൽ.എ. നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രതിഷേധം. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് എം.എൽ.എ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികരിച്ചതെന്ന് സംഘടന കുറ്റപ്പെടുത്തി. കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്യായമായി നടപടിയെടുക്കുന്നു എന്നാരോപിച്ച് ഇടത് സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കോന്നിയിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിലാണ് കെ.യു. ജനീഷ് കുമാർ എം.എൽ.എക്കെതിരെ വിമർശനം ഉയർന്നത്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ എം.എൽ.എ. നടത്തിയ പ്രതികരണം പ്രതിഷേധാർഹമാണ്. എം.എൽ.എയുടെ പ്രസ്താവന ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കണമെന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 2015 മുതൽ ഇക്കോ ടൂറിസം സെന്ററിൽ സുരക്ഷ ഓഡിറ്റ് നടത്തിയിട്ടില്ലെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. ഇതൊന്നും കാണാതെ അത്തരത്തില് നിശ്ചിതമായ പ്രശ്നം, കാരണം വനപാലകരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന തരത്തിലേക്ക് ആദ്യം പ്രഖ്യാപനം നടത്തുന്ന അദ്ദേഹമാണ്. നമ്മളുമായിട്ട് ഏറെ അടുപ്പത്തിൽ പോകുന്ന ജനപ്രതിനിധി. അതുകൊണ്ട് തന്നെയാണ് അത്തരം ആ പ്രസ്താവനയിലുള്ള ഒരു പ്രതിഷേധം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്, സംഘടനയുടെ പ്രതിഷേധം കൂടി അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ചുകൊണ്ട് അന്വേഷണം, മന്ത്രി പറഞ്ഞതുപോലെ അത് സംബന്ധിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം, ഒരു ടീമിനെ വെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് അത് ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് അതിന്റെ വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്ന് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാനും തയ്യാറാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് നേരത്തെ സസ്പെൻഡ് ചെയ്തത്. ജനം പത്തനംതിട്ട.